എല്ലാവർക്കും ഹലോ ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടൊരു KFC ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. KFC കറക്റ്റ് തന്നെ. അപ്പോൾ ഹോം മെയ്ഡ് KFC ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ കാണിക്കാം. സക്സസ് ആയി വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, ഫസ്റ്റ് ടൈം ആയിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ സക്സസ് ആയാലും ഇല്ലെങ്കിലും ഞാൻ കറക്റ്റായിട്ട് തന്നെ നിങ്ങളോട് പറയും. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള KFC ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ വീഡിയോയ്ക്ക് ഇൻട്രൊഡക്ഷൻ കൊടുക്കുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് കടയിൽ പോകേണ്ട കാര്യമുണ്ടായിരുന്നു. അപ്പോൾ ഓടി വന്നു. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ആദ്യം ഒരു ബൗളിലേക്ക് കേടില്ലേ, കുറച്ച് കേട് ഒഴിച്ചു കൊടുക്കാം. കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതിലോട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എരിവ് എത്ര വേണോ ആ ലെവലിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ലപോലെ കേടും കുരുമുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ഈ മിക്സ് ചെയ്ത് വെച്ച കേടിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊരു 30 മിനിറ്റോളം വെക്കണം. വെച്ചതിന് ശേഷമാണ് നമുക്കിനി അടുത്ത പരിപാടികൾ ചെയ്യാനുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാം. ഈ ഒരു രീതിയിൽ. അപ്പോൾ ചിക്കൻ ഒരു 30 മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 30 മിനിറ്റ് കഴിയുന്നത് വരെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ എനിക്ക് നല്ല വിശപ്പുണ്ട്, അപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് മോര് കറി, ഇത് ഞാൻ തന്നെ രാവിലെ ഉണ്ടാക്കിയത് കേട്ടോ. മോര് കറിയും അതുപോലെ തന്നെ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ചിക്കനാണ് ഇപ്പം നമ്മൾ എടുത്തിട്ട് KFC പോലെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉള്ളിയില്ലേ, സവാള ഒരെണ്ണം, ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും, ഇത് മൂന്നും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് അരച്ചെടുക്കുക. നല്ലപോലെ ഗ്രേവി പോലെ നല്ല തിക്കായിട്ട് അരച്ചെടുക്കുക. ഓക്കെ. അപ്പോൾ ഈ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നതിലോട്ട് നമ്മളിനി ഒരു 2 മുട്ട പൊട്ടിച്ച് വയ്ക്കാം കേട്ടോ. പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചെയ്ത് വെച്ചിരുന്നല്ലോ നേരത്തെ, അതും കൂടെ ഇടുക. പിന്നെ സവാള അരച്ചതും കൂടെ ചേർക്കുക കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയും സവാളയും കൂടെ നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷേ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ പൊടികളും ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കൈ കൊണ്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. കുറച്ചുകൂടി എനിക്ക് കംഫർട്ട് ഇതാണ്. ഇത് കണ്ടോ, മുട്ടയൊക്കെ ഇതിൽ നല്ലോണം പിടിക്കണം കേട്ടോ. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കലാണ് അടുത്ത പരിപാടി. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം. നമ്മളെല്ലാം ഇടുന്നതിൻ്റെ കൂടെ മൈദ കുറച്ച് 2 സ്പൂൺ ആഡ് ചെയ്യണം കേട്ടോ. ഞാനത് മറന്നു. കുഴപ്പമില്ല, നമുക്ക് ഒന്നുകൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്താലും മതി. ഓക്കെ. ലാസ്റ്റ് നമുക്ക് ഈ ഒരു പരുവത്തിലായിരിക്കും ചിക്കൻ കിട്ടുക. ഇനി ഇതിനെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ചിക്കനിലെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, ഇനി നമുക്ക് ജസ്റ്റ് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് 2 കപ്പ് മൈദ മാവ്, അതിലോട്ട് കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുക. പൊടി തന്നെ മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഓരോ പീസ് ചിക്കൻ എടുത്തിട്ട് നമുക്ക് അതിലൊന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ എടുത്ത് എണ്ണയിലോട്ട് പൊരിച്ചിടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനത് ചെയ്യുന്നതും കൂടെ കാണിക്കാം. വേറൊരു ബൗളിലോട്ട് 2 കപ്പ് മൈദ എടുക്കുക. ഓൾറെഡി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൗഡേഴ്സ് തന്നെയാണ് വീണ്ടും നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾ പൗഡേഴ്സ് ഇട്ടാൽ മതി. മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഇത് 3 നമ്മളിതിലിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. എണ്ണ ചൂടായി വരുന്നുണ്ട് കേട്ടോ. നമുക്കിനി ഈ ഒരു മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനെ ഇതിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഓക്കെ. ചൂടായി വരുന്നുല്ലേ, ഏകദേശം നല്ല ചൂടാവട്ടെ. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് എനിക്ക് കമൻറ്റ് ചെയ്യണം. ഞാനും അതുപോലെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. ആയിട്ട് ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം ഫ്രൈ ആയിട്ട് വരുന്നത് കൊണ്ട് കുറച്ച് ഓയിൽ കൂടുതൽ വേണം. ഓക്കെ.
ഇതിലിട്ട് ഡിപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ ആണെന്ന് തോന്നുന്നു. അപ്പം ഉണ്ടാക്കി കഴിഞ്ഞു KFC. ഇനി ഇത് കഴിച്ചിട്ട് സത്യസന്ധമായിട്ട് ഞാൻ എങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ. ഇതിലിടാം. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ലെഗ് പീസ് ഇല്ല കേട്ടോ. ആക്ച്വലി ഇത് ഫ്രൈ ചെയ്യാൻ വെച്ച സംഭവമായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനൊരു പ്ലാൻ ഇട്ടിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ലെഗ് പീസൊന്നുമല്ല, നോർമൽ പീസുകളാണ്. ഞാൻ ആദ്യം നോക്കട്ടെ. ഇതൊന്ന് കാണിച്ചാൽ എന്താ, അത്യാവശ്യം ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നോക്കാം കേട്ടോ. ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. ഇത്തിരി ഉപ്പ് കൂടിയോന്നൊരു ഡൗട്ട് ചെറുതായിട്ട്. കുഴപ്പമില്ല. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത് എനിക്ക് കമൻറ്റ് ചെയ്യണം. ഓക്കെ. അത്യാവശ്യം കുഴപ്പമില്ല. ചെറുതായിട്ട് ഉപ്പ് കൂടി എന്നൊരു തോന്നൽ എനിക്ക്. ഇനി ബാക്കിയുള്ളവരും കൂടെ കഴിച്ചിട്ട് നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് പറയാം. ബൈ.